പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6th സെമസ്റ്റർ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇലക്റ്റീവ് പേപ്പറാണ് ബേസിക് എക്കണോമെട്രിക്സ്. ബേസിക് എക്കണോമെട്രിക്സിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമെട്രിക്സ്. ഈ മൊഡ്യൂളിൽ എക്കണോമെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എക്കണോമെട്രിക്സ് എന്താ ചോദിക്കുക, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ക്രോസ് സെക്ഷണൽ ഡാറ്റ, ടൈം സീരീസ് ഡാറ്റ, പൂൾഡ് ഡാറ്റ, ചിലപ്പോൾ ഒന്ന് രണ്ട് മറ്റു ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ വരാം. എക്കണോമിക് തിയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ക്വസ്റ്റ്യനുകൾ വരാവുന്നതാണ്. ഇനി മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് ആണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എക്കണോമെട്രിക് മോഡൽ, ലിമിറ്റേഷൻ ഓഫ് എക്കണോമെട്രിക്സ്, എക്കണോമെട്രിക്സ് വേഴ്സസ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് മെത്തഡോളജിക്കൽ എക്കണോമെട്രിക്സ്. ഈ എസ്എ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 2 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ, 2 മാർക്സ്. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആൻഡ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ, OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർസ്, മൾട്ടി കോളിനാരിറ്റി, ഹെറ്ററോസ്കെഡാസിറ്റി, ഹോമോസ്കെഡാസിറ്റി, ഓട്ടോ കോറിലേഷൻ, കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, നോർമാലിറ്റി അസംപ്ഷൻ, ഹൈപ്പോസിസ്, ടി ടെസ്റ്റ്, പി വാല്യൂ, സിഗ്നിഫിക്കൻസ് വാല്യൂ, ഗോസ് മാർക്കോ തിയറം, സ്റ്റോക്കാസ്റ്റിക് എറർ ടേം, നൾ ഹൈപ്പോസിസ്, ബൈനറി വേരിയബിൾ, റിഗ്രഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അസംപ്ഷൻ അണ്ടർലൈൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് അല്ലെങ്കിൽ അസംപ്ഷൻ ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ എസ്എക്കോ ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റോക്കാസ്റ്റിക് എറർ ടേം, ഗോസ് മാർക്കോ തിയറം, പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, നോർമാലിറ്റി അസംപ്ഷൻ, കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, SRF ആൻഡ് PRF. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ബ്ലൂ ചോദിക്കാൻ 2 മാർക്സിന് പ്രതീക്ഷിക്കേണ്ടതാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ആണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നുള്ള എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇവിടെ അസംപ്ഷൻ അണ്ടർലൈൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് ഓർ അസംപ്ഷൻ ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ 10 അസംപ്ഷൻ ഉണ്ട്. അത് വിശദമായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമെട്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ 10 അസംപ്ഷൻ. ഈ മൊഡ്യൂൾ 3 ഏറ്റവും സിമ്പിൾ മൊഡ്യൂൾ ആണ്. ഇതിന് ഫങ്ഷണൽ ഫോം, ലോഗ് ലിൻ ലോഗ്, റെസിപ്രോക്കൽ മോഡൽ, ഫങ്ഷണൽ ഫോം, ഫങ്ഷണൽ ഫോം എല്ലാം കൂടി 5 മാർക്കിന് പ്രതീക്ഷിക്കാം. എസ്എ ക്വസ്റ്റ്യൻ ഇതിന് പ്രതീക്ഷിക്കേണ്ട. മൊഡ്യൂൾ 4 മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, R² അഡ്ജസ്റ്റഡ് R², ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എഫ് ടെസ്റ്റ്, ഡമ്മി വേരിയബിൾ ട്രാപ്പ്, റെസ്ട്രിക്റ്റഡ് ലീസ്റ്റ് സ്ക്വയർസ്, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ, ചിലപ്പോൾ നൾ ഹൈപ്പോസിസ്, ആൾട്ടർനേറ്റീവ്. ചിലപ്പോൾ അത് സെക്കൻഡ് മൊഡ്യൂളും രണ്ടും ഏകദേശം ഒരു ബന്ധമുള്ള ഒരു മൊഡ്യൂളാണ്. 4th മൊഡ്യൂളും ഇതിൽ 5 മാർക്കിന് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ്, ഡമ്മി വേരിയബിൾ ആൻഡ് ദെയർ യൂസസ്, R² ആൻഡ് അഡ്ജസ്റ്റഡ് R², എഫ് ടെസ്റ്റ്, ടെസ്റ്റിംഗ് ഓഫ് ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ മോഡൽ, ടെസ്റ്റിംഗ് ഓഫ് ഈക്വാലിറ്റി ഓഫ് 2 റിഗ്രഷൻ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ 10 മാർക്കിനായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ മൊഡ്യൂൾ 5 ഏറ്റവും ഇമ്പോർട്ടന്റ് മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് നമുക്കൊരു എസ്എ ഷുവർ ആയിട്ടുണ്ടാവും. അതേതാന്ന് പറഞ്ഞു തരാം. മൾട്ടി കോളിനാരിറ്റി 2 മാർക്സ്, ഹെറ്ററോസ്കെഡാസിറ്റി, ഹോമോസ്കെഡാസിറ്റി, ഓട്ടോ കോറിലേഷൻ ഇത് സെക്കൻഡ് മൊഡ്യൂളിലും ഉള്ളതാണ്. ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റ്, BG ടെസ്റ്റ്, ബ്രൂഷ് പാഗൻ ഗോഡ്ഫ്രൈ ടെസ്റ്റ്, പാർക്ക് ടെസ്റ്റ്, ക്ലസ്റ്റർ ടെസ്റ്റിനെ കാട്ടിയിട്ടും ഇതിനാണ് ഈ ആദ്യത്തെ 4 ഇമ്പോർട്ടന്റ്. ഇനി 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ കോൺസിക്വൻസ് ഓഫ് മൾട്ടി കോളിനാരിറ്റി, ഡിറ്റക്ഷൻ ഓഫ് മൾട്ടി കോളിനാരിറ്റി, റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടി കോളിനാരിറ്റി, കോൺസിക്വൻസ് ഓഫ് ഓട്ടോ കോറിലേഷൻ, ഡിറ്റക്ഷൻ ഓഫ് ഓട്ടോ കോറിലേഷൻ, റെമഡിയൽ മെഷേഴ്സ് ഓഫ് ഓട്ടോ കോറിലേഷൻ, കോൺസിക്വൻസ് ഓഫ് heteroscedasity, ഡിറ്റക്ഷൻ ഓഫ് heteroscedasity, remedial measures of heteroscedasity, ഡർബിൻ വാട്സൺ ഡി സ്റ്റാറ്റിസ്റ്റിക്സ്, നേച്ചർ, കോൺസിക്വൻസ്, ഡിറ്റക്ഷൻ, റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടികോളിനാരിറ്റി അല്ലെങ്കിൽ heteroscedasity അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും കോൺസിക്വൻസ് ഓഫ് മൾട്ടികോളിനാരിറ്റി അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് മൾട്ടികോളിനാരിറ്റി അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് ഓഫ് മൾട്ടി അല്ലെങ്കിൽ അതിട്ടുള്ള heteroscedasity അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഒരു 5 മാർക്കിനും ഇതിൽ നിന്ന് നമ്മൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ 3 ഏതെങ്കിലും ഒന്നാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 9 നമ്മൾ പഠിച്ചു കഴിയും. ഈ 9 അത് തന്നെ ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരു 5 മാർക്കും ഒരു എസ്എ ക്വസ്റ്റ്യനും ഇവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അസംപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എസ്എക്കുള്ള മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.